ടോപ്പ് 10 വ്ലോഗിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എക്സാമുകളൊക്കെ അടുത്തിട്ടുണ്ട്. മെയ് 26 തന്നെ നമ്മുടെ എക്സാമുകളെല്ലാം തുടങ്ങും. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ എല്ലാ ചാപ്റ്ററുകളും റിവിഷൻ നടത്തി തീർക്കേണ്ടതുണ്ട്. ടോപ്പ് 10 വ്ലോഗ് അതിന് നിങ്ങളെ സഹായിക്കുന്നതാണ്. ടോപ്പ് 10 വ്ലോഗിലൂടെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ മാത്രമാണ് റിവിഷൻ നടത്താൻ സഹായിക്കുന്നതാണ്. ആദ്യമായിട്ട് കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ മാത്രമൊന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ നോക്കേണ്ടത് ഷെൽ നമ്പർ എന്താണ്, സബ് ഷെൽ എന്താണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ്. അതിൽ തന്നെ ആദ്യമായിട്ട് ഷെൽ നമ്പർ നോക്കാം. ഷെൽ നമ്പറിനെ സൂചിപ്പിക്കുന്നത് 1, 2, 3, 4 തുടങ്ങിയ അക്കങ്ങളോ K, L, M, N തുടങ്ങിയ അക്ഷരങ്ങളോ ആണ് ഷെൽ നമ്പറായിട്ട് സൂചിപ്പിക്കുന്നത്. അടുത്തതായിട്ട് സബ് ഷെല്ലുകളെ കുറിച്ചാണ് നോക്കുന്നത്. സബ് ഷെല്ലുകളെ സൂചിപ്പിക്കുന്നത് S, P, D, F തുടങ്ങിയ സ്മോൾ ലെറ്റർ അക്ഷരങ്ങളിലൂടെയാണ്. അതിൽ എസ്സിൽ തന്നെ 1 മുതൽ 2 വരെ ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ കഴിയും. പിയിലാണെങ്കിൽ 1 മുതൽ 6 വരെ ഇലക്ട്രോണുകളും, ഡിയിലാണെങ്കിൽ 1 മുതൽ 10 വരെ ഇലക്ട്രോണുകളെയും ഉൾക്കൊള്ളാൻ കഴിയും. എഫിലാണെങ്കിൽ 1 മുതൽ 14 വരെ ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ട്. ഇനി എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടതെന്ന് നോക്കാം. അതിന് നമുക്കൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് ഓർത്തിരിക്കണം. അത് എത്ര ആറ്റോമിക് നമ്പർ തന്നാലും നമുക്ക് ആ ഒരു ഫോർമാറ്റിൽ നോക്കിയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അത് പഠിച്ചിരിക്കണം. 1s, 2s, 2p, 3s, 3p, 4s, 3d. ഈ ഒരു ഫോർമാറ്റിലാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത്. നമുക്കറിയാം, ഒരു ആറ്റോമിക് നമ്പർ നമുക്ക് തന്നു, 4 എന്നുള്ള ആറ്റോമിക് നമ്പറാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് എടുക്കുക. ആ ഫോർമാറ്റിൽ 1s എസ്സിൽ എത്ര ഇലക്ട്രോൺ വരെ കൊള്ളും? 2. ഇവിടെ 4 ആയിട്ടില്ലല്ലോ. അപ്പോൾ ഒരു 2s കൂടി ഇടുക. അതിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? മാക്സിമം 2 ആണ്. അത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്തായി? ഈ ഒരു 2 + 2 എന്ന് പറയുന്നത് 4 ഇലക്ട്രോൺ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇവിടെ ഇതാണ് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി ഒരു 8 എന്നുള്ള ഇലക്ട്രോണിക് ആറ്റോമിക് നമ്പറാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ അതിൽ ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ ഫില്ല് ചെയ്താൽ 1s2, 2s2, 2p. 2pയിൽ 6 ഇലക്ട്രോൺ വരെ വരും. ഇവിടെ നമുക്ക് 2, 4 ഫില്ലായി. ഇനി എത്ര ഫില്ല് ചെയ്യേണ്ടത്? 4 ഫില്ല് ചെയ്തേണ്ടത്. അപ്പോൾ 2p4 എന്ന് എഴുതിയാൽ മതി. ഇനി വേറൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. അഥവാ ഒരു ആറ്റോമിക് നമ്പർ 18 ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിൻ്റെതാണെങ്കിൽ നോക്കാം. അതിൽ 1s2 ആയി, അപ്പോൾ 2 ആയിട്ടുള്ളൂ. 2s2 ആയി, 4 ആയി. 2p6 വരെ പറ്റും, അപ്പോൾ 10 ആയി. 3sൽ 2 വരെ പറ്റും. 3pയിൽ എത്ര വരെ പറ്റും? 6 വരെ പറ്റും. അപ്പോൾ ഇവിടെ എന്തായി? 18 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫില്ലായി. ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടതെന്ന് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഗ്രൂപ്പ്, ബ്ലോക്ക്, പീരീഡ് ഇവ എങ്ങനെ കണ്ടെത്താൻ നോക്കാം. ഒരു ആറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. 6 ആറ്റോമിക് നമ്പർ 6ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ 1s2, 2s2, 2p2. ഇതിൽ ബ്ലോക്കാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിക്കേണ്ടത്. ആ ബ്ലോക്ക് കണ്ടുപിടിക്കാനൊരു എളുപ്പ വഴിയുണ്ട്. നമ്മൾ അവസാനമായിട്ട് ഇലക്ട്രോൺ ഏതിലേക്കാണോ വന്നിട്ടുള്ളത് അതാണ് അതിൻ്റെ ബ്ലോക്ക്. ആ ഒരു സബ്ഷെല്ലാണ് അതിൻ്റെ ബ്ലോക്ക്. ഇവിടെ നമുക്കറിയാം പിയിലേക്കാണ് അവസാനമായിട്ട് ഇലക്ട്രോൺ വന്നത്, അതുകൊണ്ട് പി ബ്ലോക്കാണ്. ഇനി വേറൊരു 12 എന്നുള്ള ആറ്റോമിക് നമ്പറുള്ള 12 നമ്പറുള്ള ഒരു മൂലകത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. 1s2, 2s2, 2p6, 3s2. ഇതിൽ അവസാനമായിട്ട് ഇലക്ട്രോൺ വന്നത് 3sലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ബ്ലോക്ക് എസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പി ആയതുപോലെ, അഥവാ ഏതാണോ അവസാനമായിട്ട് ഇലക്ട്രോൺ വന്നിരിക്കുന്നത് ആ ഒരു സബ്ഷെല്ലാണ് അതിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കണം. അടുത്തതായിട്ട് പീരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് നമുക്കൊരു ആറ്റോമിക് നമ്പർ തന്നാൽ അതിലേക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. 1s2, 2s2, 2p2. ഇതിൽ ഏറ്റവും കൂടിയ ഷെൽ നമ്പർ, ഇവിടെ ഷെൽ നമ്പർ എത്രയാണ്? 1, 2, 2. ഇതിൽ ഏറ്റവും കൂടിയ ഷെൽ നമ്പറാണ് അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഒരു 15 ഇലക്ട്രോണിക് കോൺഫിഗറേഷനുള്ള ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക് നമ്പർ നമുക്കൊന്ന് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p3. ഇപ്പോൾ എത്രയായി? 15 ആയില്ലേ? 15 ആയി. അപ്പോൾ ഇതിൽ
അവസാനമായിട്ട് ഇലക്ട്രോൺ വന്ന് ചേർന്നിരിക്കുന്നത് പി ആയിരിക്കണം. അതുകൊണ്ട് പി ബ്ലോക്കാണ്. ഇതിൽ ഏറ്റവും കൂടിയ ഷെൽ നമ്പർ 1 2 2 3 3. ഇതിൽ ഏറ്റവും കൂടിയ ഷെൽ നമ്പർ ഏതാണ്? 3 ആണ്. അതുകൊണ്ട് അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ പീരീഡ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ പീരീഡും ബ്ലോക്കും കണ്ടെത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് കണ്ടെത്തേണ്ടതാണ് ഗ്രൂപ്പ് നമ്പർ. അതിൽ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് നമ്മൾ ആദ്യം തന്നെ ബ്ലോക്ക് കണ്ടെത്തണം. ഏതൊരു മൂലകം കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ ബ്ലോക്കാണ് ആദ്യം കണ്ടെത്താൻ ശ്രമിക്കേണ്ടത്. എന്നിട്ടായിരിക്കണം അതിൻ്റെ ഗ്രൂപ്പ് കണ്ടെത്താൻ ശ്രമിക്കേണ്ടത്. അതിൽ നമുക്ക് എസ് ബ്ലോക്കിലെ ഒരു എലമെൻ്റാണ് കിട്ടിയതെങ്കിൽ, അഥവാ ഒരു 11ാമത്തെ ആറ്റോമിക് നമ്പറുള്ള എലമെൻ്റാണ് നോക്കുന്നത്. 1s2 2s2 2p6 3s1 ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്ലോക്ക് കണ്ടെത്താൻ ഒന്നുമില്ല. അവസാനമായിട്ട് എത്ര ഇലക്ട്രോണാണ് എസ്സിൽ വന്നിരിക്കുന്നത് അതാണ് അതിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അഥവാ 1ാമത്തെ ഗ്രൂപ്പിലാണ്. ഇനി വേറൊന്ന് നോക്കിയാൽ 1s2 2s1 ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എസ്സിലേക്ക് എത്ര ഇലക്ട്രോണാണ് വന്നിട്ടുള്ളത്, എസ് ബ്ലോക്കാണെന്ന് നമുക്കറിയാം. അത് വെച്ചിട്ട് എസ്സിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം, അതാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പി ബ്ലോക്ക് എലമെൻസിൻ്റെ ഗ്രൂപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇവിടെ 10ാമത്തെ ഒരു എലമെൻറ്റിൻ്റെ ആറ്റോമിക് നമ്പർ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p6. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഏത് ബ്ലോക്കിലേക്കാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം ഇത് പി ബ്ലോക്കാണ്. അവസാനമായിട്ട് ഇലക്ട്രോൺ പൂരണം നടന്നിട്ടുള്ളത് ഈ സബ്ഷെല്ലിലായതുകൊണ്ട് തന്നെ ഇതൊരു പി ബ്ലോക്ക് എലമെൻ്റാണ്. അങ്ങനെ പി ബ്ലോക്ക് എലമെൻ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പി ബ്ലോക്കിൽ അവസാനമായിട്ട് കിട്ടിയ ഇലക്ട്രോണിൻ്റെ എണ്ണത്തിൻ്റെ കൂടെ 12 കൂട്ടുക. അപ്പോൾ 12ഉം 6ഉം 18. അതാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഇനി വേറൊരു എലമെൻറ്റിൻ്റെ നോക്കാം. ഒരു 15ാമത്തെ ആറ്റോമിക് നമ്പറുള്ള ഒരു എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് നമുക്കതിൻ്റെ ബ്ലോക്കും ഗ്രൂപ്പും കണ്ടെത്താൻ നോക്കാം. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p3 വന്നു കഴിഞ്ഞാൽ തന്നെ 15ആയി. അപ്പോൾ ഇതിൽ നമുക്കിതിൻ്റെ ആദ്യം ബ്ലോക്ക് കണ്ടെത്തണം. ബ്ലോക്ക് കണ്ടെത്താനും നമ്മൾ ശ്രമിക്കുമ്പോൾ അവസാനമായിട്ട് ഇലക്ട്രോൺ എവിടെ വന്ന് ചേർന്നിട്ടുള്ളത് അതാണ് അതിൻ്റെ ബ്ലോക്ക്. പിയിലാണ്, പി സബ്ഷെല്ലിലായതുകൊണ്ട് പി ബ്ലോക്കാണ്. അങ്ങനെ പി ബ്ലോക്കാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിലെത്ര പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കുക. അതിൻ്റെ കൂടെ 12 കൂട്ടുക. അപ്പോൾ ഇവിടെ 3 ഇലക്ട്രോണാണ് ഉള്ളത്. 3ഉം 12 15. അതാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കിട്ടുന്നത് ഒരു ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് 23ാമത്തെ ആറ്റോമിക് നമ്പറുള്ള എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. 1s2 2s2 2p6 3s2 3p6 4s2 3d3. ഇതിൽ നമ്മൾ ഓർത്തിരിക്കുന്നത് അവസാനമായിട്ട് ഇലക്ട്രോൺ വന്നിട്ടുള്ള എസിൻ്റെയും ഡിൻ്റെയും ഇലക്ട്രോണുകളുടെ എണ്ണം പരസ്പരം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞാൽ. ഇവിടെ 2ഉം + 3ഉം 5 ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് വെച്ചാൽ. ഇനി വേറൊരു മൂലകത്തിൻ്റെ നോക്കാം. 27 ആറ്റോമിക് നമ്പറുള്ള ഒരു എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. 1s2 2s2 2p6 3s2 3p6 4s2 3d എത്ര വരെ വരും? 7 വരെ വരും. അപ്പോൾ എന്തായി? 3s മൊത്തമായില്ല, 27 എണ്ണായി. അതിൽ ഇത് ഡി ബ്ലോക്കാണ്. അവസാനമായിട്ട് ഇലക്ട്രോൺ വന്നത് ഡി സബ്ഷെല്ലിലേക്ക് ആയതുകൊണ്ട് ഡി ബ്ലോക്കാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കാണാൻ ഈ എസ്സിലെയും ഈ ഡിയിലെയും സബ്ഷെല്ലിൻ്റെ ഇലക്ട്രോണിക്കിൻ്റെ എണ്ണം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എത്രയാണ്? 9 ആയിരിക്കും ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തതായിട്ട് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത് കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും ഇലക്ട്രോണിക് വിന്യാസത്തിലുള്ള വ്യത്യാസമാണ്. സാധാരണ രീതിയിൽ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് പോലെയല്ല കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും ഇലക്ട്രോണിക് വിന്യാസം എഴുതുന്നത്. ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് വിന്യാസമാണെങ്കിൽ 1s2 2s2 2p6 3s2 3p6 3d5 4s1 എന്നാണ് വരുന്നത്. ശരിക്കും വരേണ്ടിയിരുന്നത്
3d4 4s2 എന്നായിരുന്നു. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള ഡി സബ് ഷെല്ലുകൾ ഒന്നും കൂടി സ്റ്റെബിലിറ്റി കൂടുതലാണ്. അതിനുവേണ്ടി അങ്ങനെ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 4sൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഈ ഒരു ക്രോമിയം സ്വീകരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് വിന്യാസം മാറ്റം വന്നിരിക്കുന്നത്. അതേസമയം കോപ്പറിൻ്റെയും ഇലക്ട്രോണിക് വിന്യാസത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. അവിടെ 3d10 4s1 എന്നാണ് എഴുതുക. ഇതും സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 3d ഫില്ലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോണിനെ എസിൽ നിന്ന് സ്വീകരിക്കുന്നതാണ്. ഇനി ഓർത്തിരിക്കേണ്ടത് ഓരോ ബ്ലോക്ക് എലമെൻസിൻ്റെയും പ്രത്യേകതകളാണ്. അതിൽ തന്നെ എസ് ബ്ലോക്ക് എലമെൻസ് ഓരോ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴും ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവ അയോണുകളായിട്ട് മാറുകയും ചെയ്യുന്നു. എസ് ബ്ലോക്ക് എലമെൻറ്റുകളെല്ലാം ഇലക്ട്രോൺ പോസിറ്റീവുകളാണ്. അതേപോലെ തന്നെ ക്രിയാശീലത കൂടിയ ലോഹങ്ങളുമാണ്. അതിൽ തന്നെ ഹൈഡ്രജന് മാത്രമാണ് ക്രിയാശീലത ഇല്ലാത്ത അലോഹമായിട്ട് അഥവാ ഗ്യാസായിട്ട് നിലകൊള്ളുന്നത്. അഥവാ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ്, റിയാക്ടിവിറ്റിയും കൂടുതലാണ്. ഇനി പ്രീ ബ്ലോക്ക് എലമെൻസിൻ്റെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ അവ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലുള്ള മൂലകങ്ങളാണ്. ഇടതുനിന്ന് വലത്തോട്ട് പോകുന്തോടും ക്രിയാശീലത അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കൂടാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇനി ഡി ബ്ലോക്ക് എലമെൻസ് ആണെങ്കിൽ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. ഇതിന് അതേപോലെ തന്നെ നിറമുള്ള സംയുക്തങ്ങൾ ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കാനുള്ള കാരണം 4s 3d എന്നീ ഊർജ്ജ നിലകളും തമ്മിലുള്ള വ്യത്യാസമാണ്. അതേപോലെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന ഡി സബ് ഷെല്ലുകളും ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഡി ബ്ലോക്ക് എലമെൻസ് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത്. എസ് ബ്ലോക്കിനെയും പി ബ്ലോക്കിനെയും ഒന്നിച്ച് പറയുന്ന പേരാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എഫ് ബ്ലോക്ക് എലമെൻസിനെ ലാന്തനോയിഡുകളെന്നും ആക്റ്റിനോയിഡുകളെന്നും രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഇവയൊക്കെ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റുകളാണ് താനും. ഇനി പീരിയോഡിക് ടേബിൾ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പുകളുടെ എണ്ണം 18 ആണ്, പീരിയഡുകളുടെ എണ്ണം 7 ആണ്. ഇത് ഓർത്തിരിക്കേണ്ടതുണ്ട്.